അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. നമ്മുടെ നിത്യജീവിതത്തിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിലും നമുക്ക് ഏറെ സഹായകമായി തീരുന്ന ഒരു ചെറിയ ദിക്റിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒത്തിരി പേര് ഇന്നും അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ് ദാരിദ്ര്യം. മറ്റുള്ളവരുടെ ഇടയിൽ പോയിട്ട് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണത്തിനായിട്ട് കൈ നീട്ടി വരേണ്ടതെന്ന അവസ്ഥ വല്ലാത്തൊരു ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യമാണത്. പടച്ച റബ്ബ് അത്തരത്തിലുള്ള അവസ്ഥയെ തൊട്ട് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അത്തരമൊരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ആ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ അവർക്ക് അത് മാറിയിട്ട്, ദാരിദ്ര്യമെല്ലാം മാറിയിട്ട് നിത്യജീവിതത്തിനായിട്ടുള്ള നിത്യ ഉപജീവന മാർഗം നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മെ ഏറ്റവും അധികം ഉപകരിക്കുന്ന ഒരു വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ഒത്തിരി ഫലങ്ങളുള്ള ഒരു ചെറിയ ദിക്റാണിത്. അതുമാത്രമല്ല, ഈ ഒരു ദിക്റ് കൊണ്ട് നമുക്ക് ഉപകാരമുള്ളത്, നമ്മളെല്ലാവരും മരിക്കുന്നവരാണ് അല്ലേ? മരണം സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരിക്കേണ്ടവരാണ്. അത് നമുക്ക് വിശ്വാസമുള്ള കാര്യമാണ്. അതൊരിക്കലും നമുക്ക് തട്ടിക്കളയാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ മരിക്കും. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഖബറിലെ അവസ്ഥ അത് നല്ല രീതിയിലാകാൻ വേണ്ടിയിട്ട് പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ എല്ലാവരുടെയും ഖബർ ജീവിതം പടച്ച റബ്ബ് നല്ല രീതിയിലാക്കി തീർക്കട്ടെ. അവരുടെ ഖബറിലെ ശിക്ഷ പടച്ച റബ്ബ് ലഘൂകരിച്ച് കൊടുക്കട്ടെ, ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പോൾ നമ്മളും മരിക്കേണ്ടവരാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു ദിക്റ് നമുക്ക് ലഘൂകരിച്ച് നൽകും. എത്ര വലിയൊരു അത്ഭുതമാണ് അല്ലേ? മരണം ആസന്നമായ സമയത്ത് നമ്മളിത് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് പറയാനുള്ള കഴിവുണ്ട്, ഇപ്പോൾ നമ്മൾ ചെയ്യണം. അതിന് പടച്ച റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്ന ദിക്റുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ. അള്ളാഹു താലാൻ്റെ ഇസ്മുകൾ അടങ്ങിയ വളരെയധികം ശ്രേഷ്ഠതകളുള്ള ഒരു ഇസ്മാണിത്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് സമയം നമ്മളൊന്ന് പടച്ച റബ്ബിലേക്ക് നമ്മളൊന്ന് ആലോചിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം ലഭിക്കും. നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണ്. ശൈത്വാന് നമ്മളിതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നിത്യജീവിതത്തിൽ ഈ ഒരു ദിക്റിനെ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹക്കുൽ മുബീൻ എന്ന ഈ ഒരു ദിക്റിനെ 100 തവണ നിത്യേന ചൊല്ലാനായിട്ട് പതിവാക്കുക. ഏതൊരു കാര്യവും നിത്യമായിക്കൊണ്ട് ചെറിയതാണെങ്കിൽ പോലും അത് ദിവസേന ചൊല്ലുന്നതിലാണ് പടച്ച റബ്ബിന് ഇഷ്ടമുള്ളത്. നമ്മുടെ നിത്യജീവിതത്തിലെ ദിക്റുകളുടെ കൂട്ടത്തിൽ ഈ ഒരു ദിക്റിനെയും എല്ലാവരും ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ദിക്റ് നമ്മൾ പതിവാക്കിയതുകൊണ്ട് നമുക്ക് ദാരിദ്ര്യവും അനുഭവിക്കേണ്ടി വരില്ല. നമ്മുടെ ഖബർ ശിക്ഷ നമുക്ക് ലഘൂകരിച്ച് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു അറിവിനെ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടും ശ്രദ്ധിക്കുക. അറിവ് ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പടച്ചോൻ തൗഫീഖ് നൽകട്ടെ. എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ നീക്കി നല്ല റാഹത്തായിട്ടുള്ള സമാധാനത്തോടെയുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ഇഹലോകവും പരലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തട്ടെ, ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.